Greetings to you all in the precious name of Lord and Savior Jesus Christ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. One of the name that we often call Toby is Switch. ടോബിയെ നമ്മൾ എല്ലാവരും വളരെയധികം വിളിക്കുന്ന ഒരു പേരാണ് സ്വിച്ച് എന്ന്. The reason is because the way that he translates. അതിന്റെ കാരണം ടോബിയുടെ പരിഭാഷ ചെയ്യുന്ന ശൈലി കൊണ്ടാണ്. But even as we develop main switches, it is also important that we have small switches, and we need to develop that in due time. വലിയ സ്വിച്ചുകൾ ഉള്ളപ്പോൾ തന്നെ ചെറിയ സ്വിച്ചുകളെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ലൈക്ക് മീ, എന്നെ പോലെ. So it is our request that you will cover Ashams and myself in prayers as we go along today's portion. പ്രിയകാവിശേനയും എന്നെയും വൃത്തിയാൽ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ. I'm sure that we all like taking pictures. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാൻ വളരെ താല്പര്യമുള്ളവരാണ്. And often we take it using our phones. നമ്മളത് നമ്മുടെ ഫോണുകൾ ഉപയോഗിച്ച് പലപ്പോഴും എടുക്കാറുണ്ട്. But probably you want a better picture, probably we use a professional camera. നമുക്ക് അതിലും നല്ല ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നാം പ്രൊഫഷണൽ ഫോട്ടോ ലൈക്ക് ക്യാമറാസ് യൂസ് ചെയ്ത് നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. Earlier in my childhood days, എന്റെ ചെറുപ്പകാലത്ത് we had films to take pictures. ഫിലിംസ് ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. And you would develop these films, you would put it in a dark room, in a dim light to develop that particular picture. ആ ഫോട്ടോസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ട് നാം ഡാർക്ക് റൂം, ഇരുണ്ട മുറികൾ ഉപയോഗിച്ച് അതിനെ പ്രോസസ് ചെയ്ത് നാം എടുക്കാറുണ്ടായിരുന്നു. And often what God does in our lives also, he develops us in the dark rooms, in the difficult periods of our life. അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളെ നാം കർത്താവിനോടനുബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെയും ഇരുണ്ട മുറികളിൽ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമ്മെ വളർത്തിയെടുക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നതാണ്. Imagine that a photographer takes a negative and which is a picture that is not clear. ഒരു ഫോട്ടോഗ്രാഫർ തന്റെ പഴയ രീതിയിലുള്ള ഫിലിമിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത് നാം ഒന്ന് ഓർത്തു നോക്കുക. And he develops it with an enlarger. He puts all the light, the chemicals to develop that picture from a negative to a positive picture, to a colorful picture. പലവിധമായിട്ടുള്ള പ്രോസസ്സുകളിലൂടെ പലവിധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ആ നെഗറ്റീവ് ഫോട്ടോയിനെ കടത്തിവിട്ട് അതിനെ വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ നിറമുള്ള ഒരു നല്ല ഫോട്ടോ ആയിട്ട് മാറ്റുന്നത് പോലെ. So something that was hidden once is coming to light and comes more beautiful. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെളിച്ചത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു കാര്യമായി ആ ഫോട്ടോ മാറുന്നതാണ്. In our life also, God allows us to go through certain situations when we feel that you are in a space of loneliness, space of desperation, but God takes you through all that to bring you to something greater. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ദൈവം നമ്മെ നമ്മുടെ പല ഇരുണ്ട സാഹചര്യങ്ങളിലൂടെയും കൊണ്ടുപോകുന്നത്, വളരെ വിഷാദകരവും ദുഃഖകരവുമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ നല്ല ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ഒരു മിനിറ്റ്, നെറ്റ് പോയി. കറക്റ്റ് ആയ Yeah. Co-host writer. Yeah. Yeah.
What happens in our life when God takes us from this dark room situations and bring us to the light, and He takes us through a process. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലും ദൈവം നമ്മെ ഇരുണ്ട സാഹചര്യങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. And often when we think of these dark situations, we often think that these are probably wasted years. I'm not being useful. I'm not being useful for the Lord. And all those times that I've gone through my lows are wasted years and I'm not useful for the Lord. നാം ഈ ഇരുണ്ട സാഹചര്യത്തെ നാം നമ്മുടെ ചിന്താഗതിയിൽ ചിന്തിക്കുമ്പോൾ നാം ആ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എനിക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. But often we understand that what God does is He develops us, gives us patience, gives us endurance, and teaches a lot of things during these dark room situations. എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ഇരുണ്ട സാഹചര്യത്തിൽ ദൈവം നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ ക്ഷമയും നമ്മെ അവിടെ ട്രാൻസ്ഫോം ചെയ്തിരിക്കേണ്ടതാണ് ഒരു നല്ല കാര്യത്തിലേക്ക്. Think of Moses who was wandering 40 years through the wilderness, where God was finally using him to be a leader. ചിന്തിക്കുക, മോശയെ 40 വർഷത്തോളം മരുഭൂമിയിലെ പ്രയാണത്തിൽ തന്നെ അവിടെ ഒരു ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു താഴ്മയുള്ള മനുഷ്യനാകുവാൻ വേണ്ടി. David was someone who was running away from Saul, hiding in the caves, but finally God uses him during those situations even to write psalms, and which is of comfort for us even today. നാം നോക്കുമ്പോൾ ദാവീദ് ശൗലിൽ നിന്ന് ഒളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഗുഹകളിൽ ഒളിച്ച് പതുങ്ങി താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ, അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിൽ പോലും ദാവീദിനെ നമ്മുടെ സങ്കീർത്തനങ്ങൾ എഴുതി നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ദാവീദിനെ എടുത്ത് ഉപയോഗിച്ചു. Paul, who was in his chains even in Rome and other situations, he uses that. He writes epistles that we use even today. ദാവീദ് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹത്തെ അവിടെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ആയിരുന്നപ്പോൾ പോലും സഭകൾക്ക്, പുതിയ നിയമ സഭകൾക്ക് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങൾ എഴുതുവാൻ പൗലോസിനെ എടുത്ത് ഉപയോഗിച്ചു. So Joseph is here in chapter 39 when he's rejected by his brothers. He is sold, he comes to Egypt, and finally now he enters into Potiphar's house. അങ്ങനെ നോക്കുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ യോസഫിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. യോസഫ് തന്റെ സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ടും തന്റെ ഫാമിലിയിൽ നിന്ന്, തന്റെ കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെട്ടും പോത്തിഫറിന്റെ ഭവനത്തിൽ ആകുന്ന ഒരു സാഹചര്യമാണ് നാം ഇവിടെ കാണുന്നത്. So what we'll see is there are three things that I mentioned here that we go through 39. We'll see that in these dark situations, God uses him to fight his temptations. 3 കാര്യങ്ങളാണ് നാം ഈ 39-ാം അധ്യായത്തിൽ കാണുവാൻ പോകുന്നത്. ഒന്ന്, യോസെഫിന് വന്ന പ്രലോഭനത്തിൽ യോസെഫ് എങ്ങനെ അതിനോട് പോരാടി എന്നുള്ളതും, how he flourishes in his labors, താൻ ആക്കിയിരുന്ന കാര്യപരിപാടികളിൽ താൻ എങ്ങനെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതും, and how he is faithful even in his suffering. തന്റെ കഷ്ടപ്പാടുകളിൽ പോലും താൻ എത്രത്തോളം വിശ്വസ്തനായിരുന്നു എന്നുള്ളതും. So if you can read chapter 39, we'll read the whole chapter, then we'll go to it. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാവുന്നതാണ്. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായേലരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായി പോത്തിഫർ എന്ന ഒരു മിസ്രൈമ്യൻ അവന് വിലക്കി വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തന്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ യോസെഫിന്മേൽ കണ്ണുപതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതി യോസേഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിക്കുവാനോ അവളുടെ അരികെ ഇരിക്കുവാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോട് കൂടെ ശയിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം തന്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു അവരോട്, കണ്ടോ,
നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു. ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ട് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടി ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവന്റെ കൈ കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. I want to go to the middle portion of this entire chapter from verses 6 onwards. ഈ 39-ാം അധ്യായത്തിന്റെ ഏകദേശം 6 മുതലുള്ള വാക്യങ്ങളാണ് നമുക്ക് പോകുവാനുള്ളത്. So we look at the middle portion, then we look at the two ends of this chapter. ഈ 6 മുതലുള്ള വാക്യങ്ങൾ നോക്കിയതിനു ശേഷം ആദ്യവും അവസാനവും നമുക്ക് നോക്കാവുന്നതാണ്. So when we say fighting, the heading is fighting temptation. നാം ആദ്യം നോക്കിയതുപോലെ തന്നെ തന്റെ പ്രലോഭനത്തിൽ പോരാടുന്നതാണ് നാം ആദ്യം നോക്കുവാൻ പോകുന്നത്. In verse 6 it says, in the later portion says that Joseph was handsome. 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. 7-ാം വാക്യത്തിൽ, മലയാളം വാക്യത്തിൽ, ബൈബിളിൽ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു യോസേഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. There's only two other men other than Joseph was mentioned as handsome. One is David and one is Absalom. അബ്ശാലോമും ദാവീദുമാണ് യോസെഫിനെ കൂടാതെ കോമളനും മനോഹര രൂപിയുമായിരുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. Both of them fell to the various temptations. പ്രലോഭനങ്ങളിൽ വീണുപോയവരാണ് ഇവർ രണ്ടുപേരും. There are various matriarchs, lady characters in the Bible in Genesis were to mention as beautiful, but it's only Joseph who is mentioned along with David and Absalom as handsome. ബൈബിളിലുടനീളം നാം നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളെ അല്ലെങ്കിൽ സഹോദരിമാരെ നമുക്ക് അവിടെ ഭംഗിയുള്ളവർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുരുഷന്മാരുടെ കാര്യത്തിൽ ഇവരെ 3 പേരെയും മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. Joseph's mother Rachel is also mentioned as beautiful. Probably that's where he gets his looks from. യോസഫിന്റെ അമ്മ റേച്ചൽ വളരെ ഭംഗിയുള്ള ഒരു സഹോദരിയാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം യോസെഫും വളരെ സുന്ദരനായിരുന്നത്. But this particular looks was probably the problem what we read in verse 7, wherein her looks was on him. അത് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രശ്നവും. പോത്തിഫറിന്റെ ഭാര്യ തന്റെ മേൽ നോട്ടമിടുവാൻ കാരണം ഇതായിരുന്നു. We see in the earlier verses you will read that he found favor in the eyes of Potiphar. ഇതിനു മുൻപുള്ള വാക്യങ്ങളിൽ നാം കണ്ടു കഴിഞ്ഞു പോത്തിഫറിന്റെ കണ്ണിന് മുൻപിൽ അവൻ വിശ്വസ്തനായിരുന്നു എന്ന്. You'll read in later portion that even in the eyes of the jailer he was found favorable. അതിനുശേഷമുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് കാരാഗൃഹ പ്രമാണിയുടെ മുൻപിലും യോസേഫ് വിശ്വസ്തനായിരുന്നു. And in Potiphar's wives case also, she also found him favorable. പോത്തിഫറിന്റെ ഭാര്യയ്ക്കും യോസേഫ് വളരെ വിശ്വസ്തനായിരുന്നു. He takes his notice and says, come to bed with me. Come to bed with me. Okay. പോത്തിഫറിന്റെ ഭാര്യ യോസഫിനോട് പറയാണ് എന്നോട് കൂടെ ശയിക്കുക എന്ന്. So this was following a temptation that was in the flesh, which is also a spiritual temptation that Joseph at this age was very hard to resist. ജഡത്തിലുള്ള ഈ ഒരു പ്രലോഭനം യോസഫിന്റെ ഈ പ്രായത്തിൽ വളരെയധികം ശക്തിയുള്ള ഒരു കാര്യമായിരുന്നു. Understand, Joseph was just 17 years of age. ഈ കാര്യം നടക്കുമ്പോൾ യോസഫിന് 17 വയസ്സ് മാത്രമായിരുന്നു. We know that it was at the age of 30. We read that in 41, the last portion, that it is only at the age of 30 that he goes and meets Pharaoh. നമുക്ക് കാണുവാൻ കഴിയും 13-ാം വയസ്സിലാണ് 17 വയസ്സിൽ 30-ാം വയസ്സിലാണ് യോസഫ് ഫറോയെ കാണുന്നത്. So it is generally 39 and 40 is covering a age gap of 13 years. ഈ പ്രായം നാം നോക്കുകയാണെങ്കിൽ ഏകദേശം 13 വർഷങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. So probably it's the time that he was in Pharaoh's, this thing is 11 years or probably slightly less. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 11 വയസ്സ് താഴോട്ടായിരിക്കും ഇവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം.
11 years, that 11 years or less, he was in Potiphar's house. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 11 വർഷമായിരിക്കും പോത്തിഫറിന്റെ ഭവനത്തിൽ യോസഫ് ആയിരുന്നത്. He did not know the language. യോസഫിന് ഭാഷ അറിയില്ലായിരുന്നു. It's a totally different land. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. He was doing a servant's or a slave's job of cleaning and doing basic routines. ഒരു അടിമയുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലികൾ, വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് യോസഫ് ചെയ്തുകൊണ്ടിരുന്നത്. So even as we read that, we think that it just went in a moment, but these were 10 or 11 years that passed by day after day that he was struggling as a servant, as a slave. നാം നോക്കുകയാണെങ്കിൽ വാക്യങ്ങളിൽ നാം വായിച്ചു പോകുന്നുവെങ്കിലും യോസഫ് ഇത് വളരെ കാലം അല്ലെങ്കിൽ വർഷങ്ങളോളം കടന്നുപോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. So even this moment, this time, that period he is there, he is faithful, due to which Potiphar finds him faithful and lifts him up as the chief steward. ഈ കാലയളവിലെല്ലാം യോസഫ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് തന്നെയാണ് പോത്തിഫർ യോസഫിനെ ഗ്രഹവിചാരകനാക്കി മാറ്റിയത്. In verse 2, we read that the Lord was with Joseph as he prospered. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. He was unyielding, he was holding on to his integrity, and he was the light in the darkness. നാം നോക്കുകയാണെങ്കിൽ അവൻ വളരെ വിശ്വസ്തനായിരുന്നു, ആ ഇരുട്ടിൽ അവൻ ഒരു പ്രകാശമായിരുന്നു. Even Potiphar saw the work of God in what he did. യോസഫ് ചെയ്യുന്ന പ്രവൃത്തികളിലും യോസഫിലും പോത്തിഫർ ദൈവത്തെ കാണുവാൻ ഇടയായി. Often temptation strikes us like a serpent in the garden. നാം ആദിമ പാപമായിട്ടുള്ള ആദിമകാലത്ത് പാമ്പ് എങ്ങനെ പാപത്തിന് പ്രലോഭനം നൽകിയോ അതുപോലെ തന്നെ ഇവിടെയും കാണുന്നു. It seemed pleasing to the eyes. ഇത് കണ്ണിന് കാണുവാൻ വളരെ നല്ലതായിരുന്നു. And it tried to encapsulate him. It tried to take hold of him. അത് അതിനെ കയ്യിലാക്കുവാൻ ശ്രമിച്ചു. So in all the situation, we find that he is someone who is already betrayed by his own blood. നാം നോക്കുകയാണെങ്കിൽ യോസഫിനെ സംബന്ധിച്ചിടത്തോളം യോസഫിന്റെ സ്വന്തം സഹോദരന്മാർ പോലും, സ്വന്തം ചോര പോലും കൈവിടപ്പെട്ട അവസ്ഥയാണ്. People hated him for his dreams. അവന്റെ സ്വപ്നങ്ങളാൽ അവനെ തന്റെ സഹോദരന്മാർ പകച്ചു. And this is a youngster who had his basic human needs like any one of us. ഒരു ചെറുപ്രായത്തിൽ തനിക്ക് വേണ്ടിയിരുന്ന ആവശ്യങ്ങളായിരുന്ന കാര്യങ്ങൾ പോലും ത്യജിക്കപ്പെട്ടവനായിരുന്നു യോസഫ്. He needed companionship. തനിക്ക് കുടുംബ ബന്ധം വേണമായിരുന്നു. He needed future security. ഭാവിയുടെ കെട്ടുറപ്പ് വേണമായിരുന്നു. Marriage was never a possibility for him. വിവാഹം അവനൊരു സാധ്യതയുള്ള കാര്യമായിരുന്നില്ല. And with verse 10 it says that she tempted him day after day. നാം നോക്കുകയാണെങ്കിൽ 10ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദിവസം പ്രതി പോത്തിഫറിന്റെ ഭാര്യ അവനെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരുന്നു. So Joseph could have thought at that moment that if I give in, probably there's a possibility that through Potiphar's wife I can elevate or I could escape from this point. യോസഫിന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, പോത്തിഫറിന്റെ ഭാര്യയിലൂടെ തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ തനിക്ക് ഇവിടെ നിന്ന് പോകുവാനോ ഉള്ള ഒരു സാഹചര്യം വേണമെങ്കിൽ ഉണ്ടാക്കാമായിരുന്നു. Because today now he was in a position of control, so he could engineer the timings and everything such that no one would know about it. കാരണം യോസഫിന് അവിടെയുള്ള ശക്തി അത്രമാത്രം വലുതായിരുന്നു, തനിക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റുവാൻ കഴിയുമായിരുന്നു, എല്ലാവരിലേക്കും തനിക്ക് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, ആക്സസ് ഉണ്ടായിരുന്നു. Often that we see in this, we read the later verses, sin tempts us, comes to us initially very lovingly. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും, പാപം നമ്മിലേക്ക് ആദ്യം കടന്നു വരുമ്പോൾ അത് വളരെ മൃദുലവും അല്ലെങ്കിൽ കാണുവാൻ കണ്ണിന് കുളിർമ നൽകുന്നതും നമുക്ക് അതിലോട്ടൊരു സ്നേഹം തോന്നുന്ന രീതിയിലാണ്. So though it comes initially in a very good form, later on when you reject it, it becomes bad and becomes ugly. ഇത് ആദ്യം നല്ലതായി വരുന്നുവെങ്കിലും നാം അതിനെ ത്യജിച്ചു കഴിയുമ്പോൾ അതിന്റെ മോശം അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. And it ends up to be a predator attacking its own prey. ഒരു മൃഗം അതിന്റെ ഇരയെ വേട്ടയാടുന്നത് പോലെ ആയി തീരും എന്ന് നമുക്ക് പാപത്തെ കുറിച്ച് കാണുവാൻ കഴിയും. So that is how temptation or kind of lures us and encapsulates us. പ്രലോഭനം ഈ ഒരു രീതിയിലാണ് നമ്മെ കീഴടക്കുക. Probably it's easy to say no at one time. നമുക്ക് ഒരു പ്രാവശ്യം പറ്റില്ല അല്ലെങ്കിൽ നോ പറയാൻ കഴിയുമായിരിക്കും. But when it comes to you every day, every point of our life, it's very hard to keep on saying no.
എന്നാൽ ഇത് ദിവസം പ്രതി എപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ല എന്ന് പറയുവാൻ അത്ര കഴിയുന്നതല്ല. Often we need to understand that sin is like a deadly poison. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പാപം എന്ന് പറയുന്നത് വിഷം, വളരെയധികം വിഷമുള്ള ഒരു കാര്യമാണ്. which is probably crouching at our door, waiting to devour us. നമ്മെ കാർന്നു തിന്നുവാൻ തക്കവണ്ണം അതിന് ശക്തിയുള്ളതാണ്. Or to put in other words, വേറെ രീതിയിൽ പറഞ്ഞാൽ it's often like a mosquito that is buzzing around you. ഒരു കൊതുക് നമ്മുടെ ചുറ്റും മൂളി നടക്കുന്നത് പോലെയാണ് പാപം. It's good to hear that sound of that mosquito going zzz like that in your mind. ആദ്യമൊക്കെ അതിന്റെ ശബ്ദം നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. But the problem is when it pricks you is when the problem starts. എന്നാൽ ആ കൊതുക് നമ്മെ കുത്തി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ വരുവാൻ തുടങ്ങും. You might think it's just a mosquito, it's not going to kill you. നാം ചിന്തിക്കുമ്പോൾ അതൊരു കൊതുകല്ലേ, അത് നമ്മെ കൊല്ലുവാൻ മാത്രമുള്ളതല്ലല്ലോ എന്ന്. But then it irritates you, it itches you, and then you can even have dengue or malaria and all these kind of disease. ഇത് നമ്മെ ഇറിറ്റേറ്റ് ചെയ്ത് ചെറിയ ചൊറിച്ചിലൊക്കെ ആയി മാറി അത് വീണ്ടും വന്ന് അത് ഒരു മലേറിയോ ഡെങ്കു അങ്ങനെയുള്ള വലിയൊരു മാരക രോഗമായി നമ്മെ കാർന്നു തിരുവാൻ കഴിയുന്നതാണത്. And this is how sin enters, temptation enters into our own life. ഇങ്ങനെയാണ് പാപം അല്ലെങ്കിൽ പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മെ കാർന്നു തിന്നുവാൻ ഇടയാവുന്നത്. It comes very subtle. ഇത് വളരെ ശാന്തമായി നമ്മുടെ അടുത്ത് വരുന്നു. It comes very persistent. ഇത് വളരെ ഇടവിടാതെ വരുന്ന ഒരു കാര്യമാണ്. And it comes in flexible in different forms and colors. ഇത് പല രീതിയിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരുന്നു. You need to ask yourself, how is sin buzzing in my life as a mosquito as you see around you? നാം ചിന്തിക്കേണ്ടുന്ന കാര്യം, ഒരു പാപം നമ്മുടെ ചുറ്റും എത്രത്തോളം ഈ മൂളക്കമിട്ട് നടക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇതിന് സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. So how did Joseph fight and win over this temptation? നമുക്ക് നോക്കാം എങ്ങനെയാണ് യോസഫ് ഈ പാപത്തോട് പോരാടിയത് എന്ന്. I've highlighted 5 points. ഞാൻ 5 പോയിന്റുകളാണ് വെച്ചിട്ടുള്ളത്. Verses 8 and verses 9, the first portion. Verses 8ഉം 9ഉം വാക്യങ്ങൾ. It says that it was his integrity and his trustworthiness. ഒന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവന്റെ വിശ്വസ്തതയും തന്റെ സത്യസന്ധതയുമാണ് തനിക്ക് പാപത്തോട് പോരാടുവാൻ ആദ്യം യോസഫിനെ സഹായിച്ചത്. So initially when the temptation came, he said, look, and he went and told her this. ആദ്യം പാപം തന്നെ വന്നപ്പോൾ, തന്റെ അടുത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ പോത്തിഫറിന്റെ ഭാര്യ തന്നോട് കൂടെ ശയിക്കുവാൻ പ്രലോഭിപ്പിച്ചപ്പോൾ പോത്തിഫറിന്റെ ഭാര്യയോട് യോസഫ് അത് പറയുവാനിടയായി. So he said he had control over everything in this house. He is kept the master of everything, for everything except you. ഈ ഭവനത്തിൽ എല്ലാത്തിനും മേലും എനിക്ക് അധികാരമുണ്ട്, പോത്തിഫറിന്റെ ഭാര്യ ഒഴികെ. But just wait, suppose there's another person who would take the same situation. എന്നാൽ നാം നോക്കുക, ഇതേ സാഹചര്യത്തിൽ വേറൊരു മനുഷ്യനായിരുന്നു എങ്കിൽ, with lesser integrity, വിശ്വസ്തത കുറവുള്ള ഒരു മനുഷ്യൻ, he would think that since Potiphar has given me control of everything, why can't I use it to my advantage? ആ മനുഷ്യൻ ചിന്തിക്കുമായിരിക്കാം, എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യത്തിലും അധികാരം തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ എന്താണ് പ്രശ്നമെന്ന്. So Joseph had an integrity, the lens that he was looking, because he was aligned to God. എന്നാൽ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് യോസഫിന്റെ ചിന്താഗതി അതല്ലായിരുന്നു. യോസഫ് ദൈവത്താൽ നയിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. If I am trusted, I have to be trustworthy. യോസഫിനെ കുറിച്ച് Trustworthy. വിശ്വസ്തത, യോസഫ് ദൈവസന്നിധിയിൽ വളരെയധികം വിശ്വസ്തനായിരുന്നു. Integrity is not something which is just on a peripheral level. വിശ്വസ്തത ഒരിക്കലും, സത്യസന്ധത അല്ലെങ്കിൽ വിശ്വസ്തത എന്നുള്ളത് ഒരിക്കലും നമ്മുടെ കൂടെ അല്ലെങ്കിൽ അതിന്റെ പുറത്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമല്ല. It is the center, it is the core of who you need to be. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം വിശ്വസ്തതയും സത്യസന്ധതയും തന്നെയാണ്. Often what happens is circumstances determines our integrity. സാഹചര്യങ്ങളാണ് നമ്മുടെ വിശ്വസ്തതയും സത്യസന്ധതയും അളക്കുന്നത്. You need to ask yourself, are you trusted in your home, in your workplace, in your church? Do you maintain that integrity in all walks of your life? നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ആ വിശ്വസ്തതയും സത്യസന്ധതയും നാം പോറ്റി പുലർത്തുന്നുണ്ടോ എന്ന്. The second point is he called sin. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം, യോസഫ്
പാപത്തെ പാപമായി തന്നെ കാണുന്നു. He was not downplaying it. He was not minimizing it. യോസഫ് ഒരിക്കലും പാപത്തെ ലഘൂകരിച്ച് കണ്ടിരുന്നില്ല. He said that this is a wicked thing against God. ദൈവത്തിനെതിരെ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ള ദോഷമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇതെന്ന് യോസഫ് വിശ്വസിച്ചിരുന്നു. He did not sugarcoat it. യോസഫ് അതിനെ ഒരിക്കലും ലഘൂകരിച്ചിരുന്നില്ല. There is no softening about how intense and grievous this sin was. യോസഫിന് അത് എത്രത്തോളം കാഠിന്യമുള്ള ഒരു പാപമായിരുന്നു എന്നുള്ളത് യോസഫ് മനസ്സിലാക്കിയിരുന്നു. Often the first step to sin is when we relabel sin as something else. പാപത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന് പറയുന്നത് പാപത്തിനെ നാം ലഘൂകരിച്ച് കാണുന്നതോ പാപത്തിന്റെ ഇന്റൻസിറ്റി നാം കുറച്ച് കാണുന്നതോ ആണ്. In Isaiah 5 verse 20, we're not reading it, I'll just say it. Isaiah 5 verse 20, it says like this: woe to those who call evil good. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു നന്മയെ തിന്മയായി കാണുന്നു എന്ന്. And put darkness into light. ഇരുളിനെ പ്രകാശത്തിലേക്ക് ഇടുന്നു. So Joseph was someone who saw evil very clearly. He called sin as sin. യോസഫ് ആ കാര്യത്തിൽ വളരെ വ്യക്തതയുള്ള ഒരാളായിരുന്നു. യോസഫ് പാപത്തിനെ പാപമായി തന്നെ കണ്ടിരുന്നു. You need to call out disciplines in your life. നാം learn this discipline in your life. നാം ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. You need to confess and name the sins that you are committing very specifically, not generally, but very specifically where you think you are in sin. മൊത്തമായിട്ടല്ല, പാപത്തെ പാപമായി കണ്ടുകൊണ്ട് തന്നെ പാപത്തിനെ നാം അഡ്രസ് ചെയ്യേണ്ടതാണ്, ലൈക്ക് ഏറ്റുപറയേണ്ടതാണ്. The third thing is he had God at the center and he feared God above all. തന്റെ ജീവിതത്തിൽ ദൈവത്തിന് യോസഫ് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. He had a vertical accountability towards God. യോസഫിന് ദൈവവുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. In 9 verses last person he says that I am sinning against God. 9-ാം വാക്യം അവസാന ഭാഗത്ത് നാം കാണുന്നു, ഞാൻ ഈ ദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. He did not say I'm sitting against Potiphar or the society or anyone else, but he said God. സമൂഹത്തിനോടോ പോത്തിഫറിന്റെ ഭാര്യയോടോ പോത്തിഫറിനോടോ അങ്ങനെയല്ല യോസഫ് ചിന്തിച്ചത്, ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്ന് മനസ്സിലായി. Even last week we remembered about David when he says in Psalms 51 verse 4, he says, against you God alone have I sinned. കഴിഞ്ഞ ആഴ്ചകളിൽ നാം സങ്കീർത്തനങ്ങൾ 51 നാം കണ്ടിരുന്നു ദാവീദ് പറയുന്നതായിട്ട്, ദൈവമേ ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന്. He sinned against a bathing Bathsheba. ദാവീദ് ആ സ്ത്രീയോട് പാപം ചെയ്തുവെങ്കിലും he sinned against Uriah. ഉരിയാവിനോട് പാപം ചെയ്തുവെങ്കിലും he sinned against the faithful soldiers that were out there. പുറത്തുള്ള സോൾജേഴ്സിനോട് പാപം ചെയ്തു എന്നല്ല, betrayed a nation, ഒരു രാജ്യത്തെ തള്ളി പറഞ്ഞു. But what God says, in the center of all of that, you are sinning against. ഇതിനെല്ലാം മധ്യത്തിൽ ദൈവമുള്ളത് കൊണ്ട് തന്നെ പാപം ചെയ്യുന്നത് ദൈവത്തോടാണ്. Sin tarnishes the holiness, the infinite holiness that we have with God. ദൈവവുമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ജീവിതത്തെ നശിപ്പിക്കുവാൻ പാപത്തിന് കഴിയും. Even last Sunday that we saw that we often dethrone God. കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടതുപോലെ you're dethroning God. ദൈവത്തെ നാം സിംഹാസനത്തിൽ നിറക്കി വിടുന്നു. If I would say this kind of an idolatry. നമുക്ക് ഒരു രീതിയിൽ ഇതിനെ പറയാം, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുവാനുള്ള വിലയേക്കാൾ നമുക്ക് നമ്മിൽ തന്നെ നമ്മെ അതിന് മുന്നിൽ വിൽക്കുക. When you have an idol, നമ്മുടെ മുൻപിൽ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഉള്ളപ്പോൾ you make the eye the doll in your own life. അവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ വിഗ്രഹം അവിടെ ദൈവത്തെക്കാൾ ഉപരി സ്വയത്തിന് അവിടെ വില കൊടുക്കുന്നു. So the question that you need to ask in your own life is, when is your importance towards what pleases God or what pleases man?
ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം മനുഷ്യരെ പ്രീതിപ്പെടുത്തുകയോ സ്വയത്തെ പ്രീതിപ്പെടുത്തുകയാണോ അതോ ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണോ എന്നുള്ളത്. Often our decisions is centered about what people thinks around us and not what God thinks about it. മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണോ ദൈവം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണോ നാം ചിന്തിക്കുന്നത്. So, but Joseph feared God above everything else. എന്നാൽ യോസഫ് ദൈവത്തെ ഭയപ്പെട്ടിരുന്നു എല്ലാത്തിലും ഉപരിയായിട്ട്. Fourth is he avoided playing with fire. നാലാമത്തെ കാര്യം യോസഫ് തീയോട് കളിക്കുന്നതിന് അവോയ്ഡ് ചെയ്തിരുന്നു. He had a proactive distance with her. യോസഫ് സ്വയമായിട്ട് പോത്തിഫറിന്റെ ഭാര്യയിൽ നിന്നും ഒരു അകലം പാലിച്ചിരുന്നു. It's not that he just refused it. He did not want to spend her or even close with her in any way. ഒരു രീതിയിൽ പോലും അടുത്തിടപഴകുവാനുള്ള ഒരു സാഹചര്യം പോലും യോസഫ് അവിടെ നൽകിയിരുന്നില്ല. Often when we play with things like fire, we tell the kids, keep a distance because it's always dangerous. തീയോട് കളിക്കുമ്പോൾ നാം കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് അതിനോട് അകലം പാലിക്കുക, അത് വളരെ ദോഷം ചെയ്യുന്നതാണ് എന്ന്. But often in our own lives, what happens, we said it's harmless, I can flirt a bit, I can do a bit, but I will keep my own distance. എന്നാൽ നാം നമ്മുടെ ജീവിതങ്ങളിൽ നാം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇതിനെ ലഘൂകരിച്ച് കണ്ട് അതിനോട് ഇടപഴകുവാൻ സാധ്യതയുണ്ട്. It says that don't get too close, you will get burned. ലൈക് അധികം തീയോട് അടുത്ത് കഴിഞ്ഞാൽ നാം പൊള്ളും, നമുക്ക് അത് പൊള്ളൽ തല്ലും. Joseph was like Proverbs. There's a lot of portions that talks about this in Proverbs. സദൃശവാക്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങൾ കാണുവാൻ കഴിയും. In Proverbs 4 verses 14 and 15. സദൃശവാക്യങ്ങൾ 4:14-15 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. It says, do not set your foot on evil part, avoid it and turn away. ദോഷത്തിൽ നിന്റെ കാൽ വെക്കാതെ അതിൽ നിന്നും മാറിപ്പോവുക എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Coming back to the same example of the mosquito. ആദ്യം നാം പറഞ്ഞ കൊതുകിന്റെ ഉദാഹരണത്തോട് നാം മടങ്ങി വരുമ്പോൾ, if you set mosquito nets around, you don't need to be worried about the mosquitoes that will come because it will fill the gaps. നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും മോസ്കിറ്റോ നെറ്റ്സ് ഒക്കെ വെച്ച് അതിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനോട് അകൽച്ച വെക്കുവാൻ കഴിയും. Same applies to our own life. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും. If you have porn addictions, നമുക്ക് പോൺ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ delete the app. നാം അതിനോട് അകലം പാലിക്കേണ്ടതാണ്. If you are not able to control your emotions and this thing, filter it. Keep people responsible who will be accountable to what you do. നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം അക്കൗണ്ടബിൾ ആവുക നമ്മുടെ ബന്ധങ്ങളിൽ. If you think that someone is disturbing you day after day, block the number. നമ്മെ ആരെങ്കിലും ശല്യപ്പെടുത്തു എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്യുക. The simple solution is just to flee. അതിന്റെ ഏറ്റവും നിസാരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു കാര്യമാണ് അതിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളത്. Don't play with fire. തീയോട് നാം കളിക്കുവാൻ പാടില്ല. The last point is purity over reputation. വിശുദ്ധി അല്ലെങ്കിൽ തനിക്ക് അവിടെ ലഭിക്കേണ്ടിയിരുന്ന റെപ്യൂട്ടേഷനേക്കാൾ വിശുദ്ധി അവൻ നോക്കിയിരുന്നു. In one way, what Joseph was doing, he was making a sacrifice because what he considered what was more important was his purity. യോസഫ് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകിയത് തന്റെ വിശുദ്ധിക്കാണ്. Imagine that he left a biggest evidence. He left his cloak there when she grabbed it. ചിന്തിക്കുക, യോസഫ് തന്റെ അവിടെ ഉണ്ടാകേണ്ടിരുന്ന ഏറ്റവും വലിയ തെളിവായിട്ടുള്ള തന്റെ വസ്ത്രം പോലും അവിടെ ഇട്ടിട്ട് ഓടി പോകാനിടയായി. Joseph could have said that this is the biggest evidence. I should take that along and not just run away. അതാണ് അവിടെ ഏറ്റവും വലിയ തെളിവ് എന്ന് ഓർത്തുകൊണ്ട് യോസഫ് ഒരിക്കലും ആ വസ്ത്രം പോലും എടുക്കുവാൻ മടങ്ങി ചെന്നില്ല. But his purity was greater than his prospects of being saved. രക്ഷപ്പെടുക എന്നുള്ളതിനേക്കാൾ വിശുദ്ധിക്ക് അവൻ അവിടെ വളരെയധികം സ്ഥാനം നൽകി. It was better to be a victim than to stand pure. ആരോപിതനാകുക എന്നുള്ളതിനേക്കാൾ വലുതാണ് അവിടെ വിശുദ്ധി എന്നുള്ളത് യോസഫ് മനസ്സിലാക്കി. It was important not to just appear pure, but to stay with someone who was not filthy, who was not corrupted in any way. മറ്റുള്ളവരുടെ മുൻപിൽ വിശുദ്ധനായിട്ട് നിൽക്കുക എന്നുള്ളതല്ല, തന്റെ മനസാക്ഷിയുടെ മുൻപിൽ വിശുദ്ധനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് യോസഫ് കണ്ടത്. Something that he understood that what was important was his integrity because that has a finite cost. യോസഫ് അവിടെ വില നൽകിയത് അല്ലെങ്കിൽ യോസഫ് അതിന് പ്രാധാന്യം നൽകിയത് തന്റെ വിശ്വസ്തതയ്ക്കും സത്യസന്ധതയ്ക്കുമാണ്. But the cost of sin was something which was eternal and infinite. പാപത്തിന്റെ ശമ്പളം എന്നതോ അത് നിത്യകാലം നിൽക്കുന്നതാണ്.
So something that probably we would take of all this, Solomon says, is wisdom that he says when it comes to this kind of situation. ഈ കാര്യങ്ങളിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന കാര്യം ജ്ഞാനം പാപത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ നമ്മെ സഹായിക്കുന്നു. Solomon says that flee and get wisdom to face these kind of situations. ശലോമൻ പറയുന്നു ദൈവത്തെ ഭയപ്പെടുക എന്ന് ആ ജ്ഞാനം പാപത്തിൽ നിന്നും അകൽച്ച നൽകുന്നു. You guard your walking, your sleeping, your waking up, and all from such temptations. Guard your walking, your sleeping, and waking up from these kind of situations. ഈ നാം എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം ഈ തരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ മുൻപിൽ വരും. അപ്പോൾ ദൈവത്തെ ഓർക്കുക, ദൈവത്തെ ഭയപ്പെടുക. Even as the greatest person who had all the wisdom said all these things, എല്ലാ ജ്ഞാനവും ഉള്ള മനുഷ്യൻ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. he made at least 1,000 mistakes when it came to marriage. ഏകദേശം 1000 തെറ്റുകൾ എങ്കിലും ശലോമോൻ ഇതിനോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. His words of wisdom ended up to be dumb because he fell into the same thing that he was advising about. ശലോമോൻ മറ്റുള്ളവരോട് പറഞ്ഞു നൽകിക്കൊണ്ടിരുന്ന ജ്ഞാനം അവന്റെ ജീവിതത്തിൽ അവന് പ്രാവർത്തികമാക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഒരു തരത്തിൽ ശലോമോൻ മണ്ടനായി തീരുകയായിരുന്നു. Fear God for the wisdom. Fear God, and that is where your wisdom comes from. ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ് ജ്ഞാനത്തിന്റെ ആദ്യപടി. Saturate yourself in the scripture daily. ദൈവവചനത്തിൽ നാം ഇഴുകിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്. Name sin honestly in your life. പാപത്തിനെ പാപമായി കാണുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. Flee early. Don't wait for the last minute. Flee when you see any sign. പാപം കാണുമ്പോൾ നാം ഓടി മാറുക എന്നുള്ളതാണ്. അവസാനം വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എന്നുള്ളതല്ല, നാം ഓടി മാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. Prioritize purity above everything else. വിശുദ്ധി മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രാധാന്യം നൽകുക. And have a vertical focus towards God, because God is to be feared above all. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകുക. Moving from that to the next point. അടുത്ത പോയിന്റിലേക്ക് നാം പോകുമ്പോൾ first we saw fighting temptations. നാം ആദ്യം കണ്ടു പാപത്തോട് പോരാടുക എന്ന്. Second point is flourishing in our labors. നമ്മുടെ കാര്യവിചാരങ്ങളിൽ നാം വളർച്ച നേടുന്നതാണ് നാം അടുത്തായി കാണുവാൻ പോകും. If you see verses 1 to 6, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, and if you see from verses 21 to 23, 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം വീണ്ടും നോക്കുകയാണെങ്കിൽ, you will see a lot of words which is repeated. ഒരുപാട് വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. It's kind of the same story which is in the beginning of the story and which is the end of the same chapter. ഈ അധ്യായത്തിന്റെ ആദ്യം ഉള്ള ഭാഗത്തും അവസാനമുള്ള ഭാഗത്തും ഏകദേശം ഒരുപോലെയുള്ള ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. This is a writing style, what we call as an inclusio, that Moses is bringing here. ഇതൊരു എഴുത്ത് രീതിയാണ്, ഇൻക്ലൂസിയോ എന്ന് നാം അതിന് പറയപ്പെടുന്നു. It's something in commas and parentheses when you're bringing and to highlight the most important factor. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാൻ, പ്രാധാന്യമായിട്ട് കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു എഴുത്ത് രീതിയാണ്. So in verses 1 to 6 it says that Joseph was a slave, he was sold to Potiphar, and he comes to the captain's guard as Pharaoh's captain guard. He comes there. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ യോസെഫിനെ തള്ളിപ്പറയുകയും സഹോദരന്മാർ വിറ്റ കാര്യവും അടിമയാക്കപ്പെട്ട കാര്യവും പോത്തിഫറിന്റെ ഭവനത്തിലേക്ക് വന്ന കാര്യങ്ങളുമാണ് അവിടെ കാണുന്നത്. But it says in verse 2 that the Lord was with Joseph and he prospered and lived in the house of the Egyptian master. എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് യോസെഫ് തനിക്ക് verse 2. എന്നാൽ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, യഹോവ യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമിലെ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. And from there, from a slave he moves to a steward, and he was found favor and he was kept in charge of the whole household. ഒരു അടിമയുടെ സ്ഥാനത്ത് നിന്നും ഒരു ഗ്രഹവിചാരകന്റെ സ്ഥാനത്തേക്കും ഒരു വളർച്ചയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. In verse 5 later it says that God blessed everything that he did. താൻ ചെയ്യുന്നതിലൊക്കെയും ദൈവം തന്നെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് 5-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. Who does God bless? ആരെയാണ് ദൈവം അനുഗ്രഹിച്ചത്? God blessed everything that was in Potiphar's, not in his house or also in his field, and everything
for Potiphar was blessed because Joseph was there. യോസഫ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ യോസെഫിനെ മാത്രമല്ല, യോസെഫ് അവിടെ ജോലി ചെയ്തത് കൊണ്ട് പോത്തിഫറിനെയും പോത്തിഫറിന്റെ ഭവനത്തെയും പോത്തിഫറിനുള്ളതിനെ ഒക്കെയും ദൈവം അനുഗ്രഹിച്ചു. This is a fulfillment of what God had promised to Abraham in Genesis chapter 12, verses 1 to 3. ഇത് അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തിന്റെ നിറവേറപ്പെടലാണ്. That he said, I will bless those who bless you, I will curse those who curse you. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും എന്നുള്ള വാക്യം. If you see in verses coming to the later portion, verses 20 to 23, 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ we see that he is again thrown into the prison. അവിടെ നമുക്ക് കാണുവാൻ കഴിയും യോസെഫിനെ വീണ്ടും കാരാഗ്രഹത്തിൽ ഇടപെടുന്ന അവസ്ഥ. But even there also you find that he comes up and ranks up to be in charge of all that is in the prison. അവിടെയും യോസഫ് വളരെ വിശ്വസ്തനായിരുന്നു എന്നും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന വളരെ വിശ്വസ്തനായിരുന്ന ഒരാളാണെന്നും നമുക്ക് കാണുവാൻ കഴിയും. If I were to put in terms that kids would understand, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നാം പറയുകയാണെങ്കിൽ, Joseph's life in chapter 39 and chapter 40 was more like playing like snakes and ladder. 39-40 അധ്യായങ്ങളിൽ നാം നോക്കുകയാണെങ്കിൽ ഒരു പാമ്പും കോണിയും കളിക്കുന്നത് പോലെയാണ് യോസെഫിന്റെ ജീവിതം. But through all of that, God was with him is what is the highlight. എന്നാൽ അതില് വളരെ പ്രാധാന്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം തന്നെ ദൈവം യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. We read that in verse 2 and we read that in verse 21. രണ്ടാം വാക്യത്തിലും 21 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. So like we read in the earlier verses, like Potiphar had no concern about anything that was in the house, but except for the food he had, the same thing we find in case the warden had no concern about anything because Joseph was there. യോസഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ എങ്ങനെ വിശ്വസ്തനായിരുന്നു എന്നും അവനെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു നാം കണ്ടു. അതുപോലെ തന്നെ ഇവിടെ താൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താൻ വിശ്വസ്തനായിരുന്നു. Another highlight that you'll see specifically in this particular chapter, ഈ അധ്യായത്തിൽ നമുക്ക് വേറൊരു കാര്യം കാണുവാൻ കഴിയും. the word Lord is mentioned. യാഹ്വേ എന്നുള്ള കാര്യം ഇവിടെ എന്നുള്ള പദം വളരെയധികം ഉപയോഗിച്ചിരിക്കും നമുക്ക് കാണാം. So whenever it says Lord, it is given LORD is all in capital letters. യാഹ്വേ എന്നുള്ള ആ ഭാഗം ഇവിടെ കാണുന്നതെല്ലാം തന്നെ യഹോവ വളരെ പ്രാധാന്യമുള്ളതായിട്ടാണ് നൽകിയിരിക്കുന്നത്. So we should also understand that the word Jehovah, the word Yahweh, Moses gets it only in Exodus chapter 3. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് മാത്രമാണ് അവിടെ യാഹ്വേ എന്നുള്ള വാക്ക് നമുക്ക് it is introduced only in Exodus 3. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് യഹോവ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. So God reveals him Yahweh in that particular chapter, but that particular word Yahweh is mentioned in Genesis because Moses writes this at a later point of time. അതേ പദം തന്നെയാണ് വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ പലതവണ ഉപയോഗിച്ചിരുന്നത്, കാരണം മോശയാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത്. So even through all this dark moment that Joseph was going through, we find the word Lord or Yahweh is mentioned 8 times in this chapter only in the entire Genesis, only 8 times in this particular chapter. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉടനീളം നാം നോക്കുമ്പോൾ യോസഫ് ഇത്രയും ഇരുണ്ട അല്ലെങ്കിൽ വിഷമങ്ങളുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും 8-ാം അധ്യായത്തിൽ 39-ാം അധ്യായത്തിൽ ഏകദേശം 8 പ്രാവശ്യം യഹോവ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ. So in all the situation that what God is telling is, you are not alone. It's not because of your looks, it's not because of your skill, it's not about anything else, but because I am there with you, you don't need to worry. ഇവിടെ നിന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത്, ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിന്റെ കഴിവുകളോ നിന്റെ കാര്യപ്രാപ്തിയോ അല്ല, ഞാൻ നിന്നോട് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെയും സാധിക്കുന്നത്. Probably as a single you might thinking, why is my life like this? I'm not able to get married. If you're single, you think that why things are not happening. കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് താൻ എന്താണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് താൻ ചിന്തിച്ചുകൊണ്ടിരിക്കാം. Those who get married think why this is like American football, rugby. I'm not able to have a peace. We are all in pieces. I'm not able to have a peaceful married life. ഒരു വിവാഹം കഴിച്ചയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഷ്ടപ്പാടുകളെല്ലാം എനിക്ക് എന്തിനു നൽകി എന്നുള്ളതാണ്. Then if you have a job, you pray for a job. Then when you get a job, it turns down to be a headache for you. ഒരു ജോലി ഇല്ലാത്ത ഒരാൾ പ്രാർത്ഥിച്ച് ജോലി ലഭിച്ചു കഴിയുമ്പോഴത്തേനും
അത് എത്രത്തോളം കഷ്ടപ്പാടുള്ളതാണ് എന്ന് താൻ ചിന്തിക്കും. Then you wait for children, then you get children, then when you get children, you will have sleepless nights at many points. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കുഞ്ഞുങ്ങളെ ലഭിച്ചു കഴിയുമ്പോഴത്തേനും ഉറക്കമില്ലാത്ത രാത്രികൾ വരുമ്പോൾ നമ്മൾ അയ്യോ എന്താണ് എന്ന് ചിന്തിക്കും. You might think your family is your church, and when you come to the church, you will find conflicts even there. കുടുംബത്തിൽ മാത്രമല്ല നാം സഭയിലേക്ക് കടന്നു വരുമ്പോഴും സഭയിലും തമ്മിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണുവാൻ കഴിയും. In all these situations, in whatever walk of life that you're going through, God is telling that, don't worry, I am here. ഈ ഈ ഈ ഈ പറയുന്ന ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭാരപ്പെടേണ്ട. Moving to the third point, മൂന്നാം പോയിന്റിലേക്ക് നാം പോവുകയാണ്. is the faithfulness in our suffering. നമ്മുടെ ഭാരങ്ങളിൽ നമുക്കുള്ള വിശ്വസ്തതയെ നമുക്ക് നോക്കാം. We should understand that Joseph's betrayal, or all that Joseph was going through, was also with God's knowledge. നാം നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അറിവോടുകൂടെയാണ് യോസഫ് ഈ പോയ കഷ്ടപ്പാടുകളിലൂടെ എല്ലാം കടന്നുപോയത്. But through all this, what God was telling him that I am there, and he gave him the grace. ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യോസഫിനോട് ദൈവം പറയുകയായിരുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കൃപ അതിനനുസരിച്ച് ദൈവം യോസഫിന് നൽകുകയായിരുന്നു. The word that is used in the original is hesed, which means kindness or steadfast love. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ദയ, അല്ലെങ്കിൽ സ്നേഹപൂർണമായിട്ടുള്ള ദയ, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടെയുള്ള, അല്ലെങ്കിൽ വളരെ ഉറപ്പുള്ള സ്നേഹം എന്നുള്ളതാണ്. That is why he found favor in the eyes of Potiphar and the eyes of the jailer. അതുകൊണ്ട് തന്നെയാണ് പോത്തിഫറിന്റെ മുൻപിലും കാരാഗൃഹ പ്രമാണിയുടെ മുൻപിലും താൻ വിശ്വസ്തനായി മാറിയത്. Just for information, we read it's Potiphar's house in the earlier verses. In verses 1 to 6, we say it's Potiphar's house. നാം ആദ്യ ഭാഗങ്ങളിൽ പോത്തിഫറിന്റെ ഭവനം എന്നാണ് നാം വായിക്കുന്നത്. And if you see in the original, when it talks about jail, it calls it as the round house. നാം പഴയ ട്രാൻസ്ലേഷനുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനെ റൗണ്ട് ഹൗസ് എന്നാണ് പറയുന്നത്. So it is also in like he was moving from one house to another house, but in both the places he was in charge. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നല്ല, പല ഭവനങ്ങളിൽ അവൻ അല്ലെങ്കിൽ ഗ്രഹവിചാരകനായിരുന്നു. But imagine that even when he went to the jail, the crime that was set on him, that he was called as a rapist. നാം നോക്കുകയാണെങ്കിൽ ജയിലിൽ അവനായപ്പോൾ, അല്ലെങ്കിൽ കാരാഗൃഹത്തിൽ യോസഫ് അകപ്പെട്ടപ്പോഴും അവിടെ യോസഫിന് നൽകപ്പെട്ടിരുന്ന പേര് ഒരു സ്ത്രീയെ അപമാനിച്ചവൻ എന്നുള്ളതായിരുന്നു. But God did not forget him. God gave him the grace to go through. ദൈവം അവിടെയും യോസഫിനെ കൈവിട്ടില്ല. ദൈവത്തിന്റെ കൃപ യോസഫിന് നൽകി. Probably even to that point also he was saying that, why am I going through all of this? ആ പോയിന്റിലും യോസഫ് പറയുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടുകളിലൂടെ ഒക്കെയും കടന്നു പോകുന്നത്. But like Paul, he was saying that even in this thorn that you have given me in my flesh. ജലത്തിൽ ഒരു ശൂലം നൽകിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്ന പോലെ തന്നെയാണ് ഇത്. But God was gracious to him. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളത്. So God was kind. His steadfast love was there with him, and Joseph was able to see that in all the situations that he was going through. അതുപോലെ തന്നെ യോസഫ് ഈ കടന്നു പോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ യോസഫിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, യഹോവയുടെ കൃപയും ദൈവത്തിന്റെ ആ സ്നേഹവും മാത്രം മതിയായിരുന്നു യോസഫിന് ഇതിലൂടെ കടന്നു പോകുവാൻ. Grace that God will give is not for you just to survive, but to thrive in your difficulties. കൃപ ഒരിക്കലും നമുക്കതിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ മാത്രമല്ല, എന്നാൽ അതിനെ ജയിച്ച് അപ്പുറം വരുവാൻ തക്കവണ്ണം ഉള്ള ഒരു കാര്യമാണ്. Joseph understood that his dependence will not be on himself. യോസഫിന് അറിയാമായിരുന്നു തന്റെ സ്വയത്തിലുള്ള ആശ്രയമല്ല, ദൈവത്തിലുള്ള ആശ്രയമാണ് അവിടെ ഉള്ളത് എന്ന്. He also understood that he was able to witness to a larger crowd, where God was witnessing not just to Joseph but also to Potiphar and the people in the jail. യോസഫിനോട് മാത്രമായിരുന്നില്ല അവിടെയുള്ള വിശ്വസ്തത, യോസഫിനോട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടും അവിടെ ഉണ്ടായിരുന്ന സകലത്തോടും ദൈവത്തിന്റെ വിശ്വസ്തത ഉണ്ടായിരുന്നു. And God was preparing him for a kingdom, for a purpose, that he would meet the cupbearer and the others in the jail. ദൈവം അവിടെ വലിയൊരു കാര്യപരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. So what is the big picture of all of this? ഇതിന്റെ എല്ലാം ഒരു ആകത്തുക എന്ന് ഉള്ളത് എന്താണ്?
So different scenes, different situations that Joseph was going through. പല കാര്യങ്ങളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ യോസഫ് കടന്നു പോവുകയാണ്. We saw what happened in the last chapter in 38. 38-ാം അധ്യായത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നാം കാണുകയുണ്ടായി. We saw that this 39 is put here because it is a comparison between what Judah did in 38 and what Joseph did in 39. 38-ാം അധ്യായത്തിൽ യൂദ ചെയ്തത് എന്തോ അതിനോടുള്ള യഹൂദ ചെയ്തത് എന്താണോ അതിനോടുള്ള ഒരു താരതമ്യമാണ് 39-ാം അധ്യായത്തിൽ കാണുന്നത്. When Judah failed, God helped him by his grace, and when Joseph did not fail, God also helped him by his grace. നാം നോക്കുകയാണെങ്കിൽ യഹൂദയ്ക്ക് അവിടെ കൃപ ലഭിച്ചുവെങ്കിലും അതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ യോസഫിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ തന്റെ പ്രലോഭനത്തിൽ തനിക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു. In chapter 40 we will read that how Joseph is available to Pharaoh's cupbearer and baker. 40-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യോസഫ് തന്റെ പാനപാത്രവാഹകന്മാരോടുള്ള തന്റെ സമീപനം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. In 41 we'll read that how he is later elevated as a prime minister. അവിടെ നിന്നും 41-ാം അധ്യായത്തിൽ യോസഫിനെ കൊണ്ടുപോയ അല്ലെങ്കിൽ ഉയർത്തിയ കാര്യവും നമുക്ക് കാണുവാൻ കഴിയും. Later we will read how Joseph was the reason why God's covenant, what he continues the line, he is able to preserve the line of Judah. We read that in the later chapters. നാം അതിന് മുൻപോട്ടുള്ള അധ്യായങ്ങൾ വായിച്ചു പോകുമ്പോൾ ദൈവം എങ്ങനെ തന്റെ കാര്യപരിപാടി അവിടെ നിവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. All that happened is because Joseph was faithful in what he was called to do. ഇതെല്ലാം സംഭവിച്ചതും നടന്നതും എന്തുകൊണ്ടാണ് എന്ന് നാം നോക്കുമ്പോൾ യോസഫ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ആണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. It is not Joseph's determinism, but God's sovereign plan and purpose to give a providence for him in his obedience. യോസഫ് ഒരിക്കലും ഇത് സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് നടന്നതല്ല. ദൈവം തന്റെ ജീവിതത്തിൽ നടത്തുവാനിരുന്ന കാര്യപരിപാടികളിൽ വിശ്വസിച്ച് ആശ്രയിച്ച് മുൻപോട്ട് പോയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നത്. So what is our closing application as we ഇവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എന്താണ് എടുക്കുവാനുള്ളത്? Just want to bring you 3 points. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുവാനുള്ളത്. Fight your temptations with wisdom, as Solomon says. ഒന്നാമത്തെ കാര്യം, പ്രലോഭനങ്ങളോട് നാം ദൈവത്തിന്റെ ദൈവികമായിട്ടുള്ള ജ്ഞാനത്താൽ പോരാടേണ്ടതാണ്. Name your sin honestly. പാപത്തെ നാം പാപമായി കാണേണ്ടതാണ്. Prioritize your purity over your reputation. വേറെ എന്ത് കാര്യങ്ങളെക്കാൾ ദൈവവുമായിട്ടുള്ള വിശുദ്ധി അല്ലെങ്കിൽ ആ വിശുദ്ധിക്ക് അല്ലെങ്കിൽ വിശ്വസ്തതയ്ക്ക് നാം പ്രാധാന്യം നൽകേണ്ടതാണ്. Kill the mosquito before it bites. കൊതുക് നിന്നെ കുത്തുന്നതിന് മുന്നേ അതിനെ കൊല്ലുക. Second is flourish in your faithfulness. വിശ്വസ്തതയിൽ നാം തഴച്ചു വളരുക. God blesses your integrity in whichever place you are, whether you be in the house or in the prison. Maintain your integrity, does not depend on your circumstance. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ എവിടെയായിരുന്നാലും ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും നിന്റെ ജോലി സ്ഥലങ്ങളിൽ നിന്റെ ഭവനത്തിലും ദൈവം നിന്നെ അനുഗ്രഹിക്കും. God is saying that I am there with you. I am Yahweh. I am there with you. ഞാൻ യഹോവയാകുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. Third thing is enduring suffering with grace. കഷ്ടത കൃപയോട് സഹിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. Trust God's sustenance. You might think it is delayed, but remember, God will give you the grace. എന്തുകൊണ്ട് ഇതിന്റെ ദൈവത്തിന്റെ കൃപയെ നാം വിശ്വസിക്കുക, ഇത് എന്തുകൊണ്ട് താമസിക്കൂ എന്ന് നാം സംശയിക്കുവാൻ പാടില്ല. So let me close by saying that Yahweh will give you the grace that will develop you to be a masterpiece in his dark room. തന്റെ നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ഇരുണ്ട മുറിയിൽ യഹോവയുടെ കൃപയാൽ നമുക്ക് വലിയൊരു കാര്യപരിപാടിയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതാണ്. May his name be glorified. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Ashim's has done also a fun, beautiful job. May the Lord bless in the coming days both Gabby and Ashim's. We'll pray. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യയായ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും സഭയായി ഹോളിലും സൂമിലും ഒക്കെ കൂടി വരുവാൻ കർത്താവ് ഇടയാക്കി ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾ